ഈ ഗെയിം കളിച്ചിട്ട് ഞാനങ്ങോട്ട് ചമ്മിപ്പോയിന്ന് പറഞ്ഞാൽ മതി. മലയാളത്തിലൊരു വാക്കുണ്ട് പ്രത്യുൽപ്പന്ന മതിത്വം എന്ന്. അപ്പോൾ പ്രത്യുൽപ്പന്ന മതിത്വം ഉള്ളവർക്കാണ് ഈ ഗെയിം കളിച്ച് ജയിക്കാൻ പറ്റുള്ളൂ. അതായത് റിഫ്ലക്റ്റ് ആക്ഷൻ, അത്ര തന്നെ ഉള്ളൂ. എനിക്കത് തീരെ ഇല്ലയെന്ന് ഇപ്പം മനസ്സിലായി. കാരണം ഒരെണ്ണാണ് ലാസ്റ്റ് ഒന്ന് പിടിക്കാൻ പറ്റിയത്. അതും കൂടി പറ്റിയില്ലായിരുന്നെങ്കിൽ നാണം കെട്ടു പോയേനെ. അപ്പോൾ എന്തായാലും എൻ്റെ കഴിഞ്ഞിട്ട് പൊന്നൂസിനെ കൊണ്ടും ഇത് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇങ്ങനത്തെ ചില ഗെയിംസ് കളിക്കുമ്പോൾ നമുക്ക് തന്നെ ചെറിയൊരു ഐഡിയ കിട്ടും, നമ്മൾ എവിടെയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യണം, നമ്മളിൽ എന്തൊക്കെ വീക്ക് പോയിൻറ്റ്സ് ഉണ്ടെന്നൊക്കെ. അപ്പോൾ മത്തം കുത്തിയ കുമ്പളം മുളക്കില്ല എന്ന് പറയുന്ന പോലെ പൊന്നൂസ് ആകെ എന്നെപ്പോലെ തന്നെ ഒരെണ്ണാട്ടോ പിടിച്ചുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ കളത്തിലിറങ്ങിയത് മിസ്റ്റർ ഹസ്ബൻഡാണ്. അപ്പോൾ പുള്ളിക്കാരൻ കാര്യമായിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും സച്ചുവിന് ഞങ്ങളെക്കാളും കോൺസെൻട്രേഷൻ പവർ ഉണ്ടെന്ന് മനസ്സിലായി. ഈ ഗെയിമിൻ്റെ ഒരു പ്രത്യേകത, 5 നമ്മൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്നിക്കേഴ്സ് സമ്മാനമായിട്ട് കിട്ടും. അപ്പോൾ ആളെന്തായാലും 5 ഹോൾഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ള അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും സമ്മാനം വാങ്ങിച്ചല്ലോ എന്നോർത്ത് ഞങ്ങളുടെ മാനം കാത്തു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് സ്കൂട്ടായിട്ടോ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഈ പരിപാടി സച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ്. ഓൾറെഡി അവിടെ ഒരു റെക്കോർഡ് ഉണ്ട് 811. അതിനെ ബ്രേക്ക് ചെയ്ത് നമ്മൾ ആഞ്ഞടിക്കുമ്പോൾ നമ്മുടെ സംഖ്യ അവിടെ കയറണം. അപ്പോൾ സച്ചുവിന് 813 കിട്ടി. അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ എൻ്റെ തന്നെ വീണ്ടും റെക്കോർഡ് ബ്രേക്ക് ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ആഞ്ഞൊരു കൊട്ടു കൊടുത്തപ്പോൾ അത് 855 അപ്പോൾ ഒരു ആത്മനിർവൃതിയൊക്കെ കിട്ടി. ഞങ്ങൾ അടുത്ത കളിയിലേക്ക് പോയി. ഞാൻ ഒറ്റയ്ക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ തിരിഞ്ഞു പോലും നോക്കാത്തൊരു ഏരിയയാണ് ഈ ലുലു മോളിൻ്റെ പ്ലേ ഏരിയ. പക്ഷെ പൊന്നൂസ് കൂടി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കാർഡ് ചാർജ് ചെയ്യും. ഇവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടേ പോകാറുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം 2000 രൂപയ്ക്ക് കാർഡ് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൊന്നൂസിന് ഇഷ്ടമുള്ള എല്ലാ മേഖലയിലും നമ്മൾ കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സംഭവം നമ്മുടെ ഈഗോ ഹേർട്ട് ചെയ്യിക്കുന്ന ഒരു സംഭവമാണ്. അതായത് നമ്മളിതിങ്ങനെ പിക്ക് ചെയ്യാൻ നോക്കുന്നു, കിട്ടാതെ പോകുന്നു, വീണ്ടും പിക്ക് ചെയ്യാൻ നോക്കും, പിന്നെയും കിട്ടാതെ പോകും. അപ്പോൾ നമുക്കിങ്ങനെ പ്രാന്ത് പിടിക്കും കേട്ടോ. ലാസ്റ്റ് ആശാൻ വീണ്ടും കാർഡൊക്കെ ചാർജ് ചെയ്തുകൊണ്ട് വന്ന്, അതായത് ജസ്റ്റ് ഒരു വൈബ് അത്രയേ ഉള്ളൂ. നമുക്കറിയാം നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ തന്നെയാണ് പോണേന്ന്. പക്ഷെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ചാർജ് ചെയ്തു, വീണ്ടും ചെയ്തു, കിട്ടിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഒരു ബ്രേക്ക് എടുത്ത് പൊന്നൂസിൻ്റെ കുഞ്ഞു കുഞ്ഞു പരിപാടികളിലേക്കൊക്കെ പോയിട്ടോ. ഹൈറ്റ് പേടിയുള്ളവർക്ക് പൊന്നൂസി കാണിക്കുന്ന പരിപാടീസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. പൊന്നൂസിന് ഹൈറ്റ് ഒന്നും പേടിയില്ലാത്തതുകൊണ്ട് ആളതൊക്കെ കൂളായിട്ട് ചെയ്തിട്ട് വന്നു. അത് കഴിഞ്ഞ് നേരെ പേപ്പനും മോളും കൂടെ ഒരു കുഞ്ഞ് റൈഡിലൊക്കെ കയറി ഇറങ്ങി വന്നു. ഞാൻ ഇങ്ങനത്തെ സംഗതികളൊക്കെ പൊതുവെ ഒഴിവാക്കാറാണ് പതിവ്. കാരണം ഇങ്ങനത്തെ സംഗതികളിലൊക്കെ കയറി കറങ്ങി വന്നു കഴിഞ്ഞാൽ ഞാനും കൂടെ കുറച്ച് നേരം നിന്ന് കറങ്ങുന്ന പോലെ എനിക്ക് തോന്നും. പിന്നെ എൻ്റെ മൂഡാകെ സ്പോയിലാകും. അതുകൊണ്ട് ഞാൻ അതിനകത്തൊന്നും കയറിയില്ല കേട്ടോ. അങ്ങനെ ഒരു കുട്ടി ബ്രേക്ക് എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും കളിക്കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. കുറേ പ്രാവശ്യം ട്രൈ ചെയ്ത് ലാസ്റ്റ് നമുക്ക് കിട്ടി. ഇതും കയ്യിൽ പിടിച്ച് ആ മോളിൽ ഇങ്ങനെ നടന്നപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു.